ടുഡേസ് ക്ലാസ് ഈസ് ഫസ്റ്റ് കണ്ടീഷണൽ സെന്റൻസസ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലെല്ലാം എന്ത് പഠിച്ചു? വി ഹാവ് ഓൾറെഡി ലേൺ സെക്കൻഡ് കണ്ടീഷണൽ സെന്റൻസസ് ആൻഡ് തേർഡ് കണ്ടീഷണൽ സെന്റൻസസ്. അപ്പോൾ നിങ്ങൾ അത് കാണണം. അത് കണ്ടിട്ടില്ലെങ്കിൽ അതിന്റെ ലിങ്ക് ഞാനിവിടെ കൊടുക്കാം. നിങ്ങൾ അത് കാണുക. കണ്ടതിന് ശേഷം ഫസ്റ്റ് കണ്ടീഷണൽ സെന്റൻസസ് എന്താണെന്ന് പറയും. ഈ ഇങ്ങനെ ഫസ്റ്റ് കണ്ടീഷണൽ സെന്റൻസസ് എന്നും സെക്കൻഡ് എന്നൊന്നും നിങ്ങൾ സംസാരിക്കാനുള്ളവർ അതൊന്നും ഓർത്തിരിക്കേണ്ട കാര്യമില്ല. നമുക്ക് സംസാരിക്കാൻ ഇങ്ങനെയാണ് മെത്തേഡ്, ഇതിന്റെ റൂൾസ് ഇങ്ങനെയാണെന്ന് മനസ്സിലാക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പൊ ഇനി നമ്മൾ ക്ലാസ്സിലോട്ട് പോകാം. ഇപ്പം ഞാനിവിടെ എഴുതിയിട്ടിരിക്കുന്ന ഇപ്പൊ നിങ്ങൾ നോക്കണ്ട, ഞാൻ പറഞ്ഞു തരാം. ഫസ്റ്റ് കണ്ടീഷണൽ സെന്റൻസസ് എന്ന് പറഞ്ഞാൽ നടക്കാൻ സാധ്യതയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ഉപയോഗിക്കുന്നത്. അതായത് ഇപ്പോൾ ഇങ്ങനെ നടന്നാൽ ഫ്യൂച്ചറിൽ അതിന്റെ ഫലം നമുക്കുണ്ടാകും. ഇപ്പോൾ നീ പഠിച്ചാൽ നിനക്ക് ജോലി കിട്ടും. ഇപ്പോൾ നീ പഠിച്ചാൽ നിനക്ക് ജോലി കിട്ടും. അവനെ കണ്ടെങ്കിൽ ഞാൻ പറയാം. അതായത് അവനെ കണ്ടെങ്കിൽ ഞാൻ പറയാം. അതായത് സിറ്റുവേഷൻ നിങ്ങൾ ഓർക്കുക. നമ്മളോട് ഒരാൾ പറയാണ്, നീ ഒന്ന് അലക്സിനെ കാണുമ്പോൾ ഒന്ന് അലക്സിനോട് പറയുവോ? യെസ്, ഞാൻ അവനെ കണ്ടെങ്കിൽ പറയാം. നമ്മൾ പോകുമ്പോഴായിരിക്കും കാണേണ്ടത്. അപ്പൊ ഞാൻ പറയണം, ഞാൻ അവനെ കണ്ടെങ്കിൽ പറയാം. ഒരു നല്ല ജോലി കിട്ടിയെങ്കിൽ ഞാനൊന്ന് ദുബായിക്ക് പോകും. അങ്ങനെ നമ്മൾ പറയില്ലേ? അത് നമ്മൾ കുറേ സെന്റൻസ്, ഏറ്റവും കൂടുതൽ നമ്മൾ ഈ കണ്ടീഷണൽ സെന്റൻസുകളിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ഉപയോഗിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നത് ഈ ഫസ്റ്റ് കണ്ടീഷൻ. കാരണം ഇതാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നതും ഇത് തന്നെയാണ്. അപ്പൊ നമുക്കിനി നോക്കാം. ഫസ്റ്റ്, അപ്പൊ സെക്കൻഡ് കണ്ടീഷണൽ തേർഡും നിങ്ങളിപ്പോ കേട്ടല്ലോ. ഓക്കെ, ഈ കണ്ടീഷണൽ സെന്റൻസുകൾക്കൊക്കെ ആരുണ്ട്? ഇഫ് ഉണ്ട് അല്ലെ? ഇഫ് ഉണ്ട്. അപ്പൊ നമുക്ക് എന്താണ്? ഒരു കണ്ടീഷണൽ സെന്റൻസിന് എന്തുണ്ട്? ഒരു ഇഫ് ക്ലോസ് ഉണ്ട്. പിന്നെ അതിന്റെ എന്തുണ്ട്? മെയിൻ ക്ലോസ് എന്ന് പറയും. അതായത് അതിന്റെ റിസൾട്ട് ഉണ്ട് അല്ലെ? ഒരു കാര്യം നടന്നാൽ ഇങ്ങനെ സംഭവിക്കും എന്നുള്ള റിസൾട്ടും ഉണ്ട്. ഒരു ഇഫ് ക്ലോസും ഉണ്ട്, മെയിൻ ക്ലോസ്. അതായത് ഇത് നടന്നെങ്കിൽ ഇങ്ങനെ സംഭവിക്കും, അതിന്റെ റിസൾട്ടും ഉണ്ട്. അപ്പോൾ തേർഡ് ക്ലോസിലും സെക്കൻഡ് ക്ലോസിലും ഇത് തന്നെയാണ്. ഒരു ഇഫ് ക്ലോസ് ഉണ്ട്, അതിന്റെ റിസൾട്ട് ഉണ്ട്. അതായത് ഒരു കാര്യം നടന്നാൽ ഇങ്ങനെ സംഭവിക്കും എന്നുള്ള റിസൾട്ടും ഉണ്ട്. അപ്പൊ നമുക്ക് ഇതൊന്ന് നോക്കി കഴിയുമ്പോൾ നിങ്ങൾക്ക് തന്നെ ഇതിന്റെ റൂൾസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം. അവനെ കണ്ടെങ്കിൽ ഞാൻ പറയാം. ഇപ്പോ ഇതിനകത്ത് നിങ്ങൾ നോക്കൂ. ഇതിനകത്ത് നിങ്ങൾക്ക് ഈ അവനെ കണ്ടെങ്കിലാണ് പ്രശ്നം വന്നേക്കുന്നത്. ഞാൻ പറയാം എന്നെങ്ങനെ പറയുക? ഞാൻ പറയാം, ഞാൻ പോകാം, ഞാൻ ചെയ്യാം, ഞാൻ കളിക്കാം. വില്ലാണ് വേണ്ടത് അല്ലെ? അപ്പൊ ഞാൻ പറയാം എന്ന് എങ്ങനെയാ പറയേണ്ടത്? ഐ വിൽ ടെൽ അല്ലെ? ഐ ടെൽ എന്നാണ് പറയേണ്ടത്. ഐ ടെൽ. വില്ലാണ് ഉപയോഗിക്കേണ്ടത്. ചെയ്യാം, പറയാം, കളിക്കാം, നടക്കാം, അല്ലെങ്കിൽ ചെയ്യും, പഠിക്കും, കളിക്കും എന്നൊക്കെ പറയാൻ നമുക്ക് വേണ്ടത് എന്താണ്? വില്ല് പ്ലസ് V1 ആണ്. വില്ലൊരു ഓക്സിലറി ആണ്, വേർബ് V1 ആണ്. അവനെ കണ്ടെങ്കിൽ, എങ്കിൽ എന്ന് പറയാൻ നമുക്ക് എന്ത് വേണം? എങ്കിൽ എന്ന് പറയാൻ നമുക്ക് എന്ത് വേണം? ഇഫ് വേണം. ഇഫ് അവനെ കണ്ടെങ്കിൽ എന്ന, അപ്പൊ ഇഫ് നമ്മൾ ഇവിടെ എഴുതി. ഇനി നമുക്ക് എന്ത് വേണം? അപ്പൊ നമുക്ക് ഇനി ഇഫ് ഞാൻ അവനെ കണ്ടെങ്കിൽ, ഐ മീറ്റ് ഹിം. ഞാൻ പറയാം, ഐ വിൽ ടെൽ. ഇഫ് ഐ മീറ്റ് ഹിം, ഐ വിൽ ടെൽ. അപ്പൊ എങ്ങനെയാണ് ഫസ്റ്റ് കണ്ടീഷണൽ സെന്റൻസിൽ എങ്ങനെയാണ് നമ്മൾ സെന്റൻസ് ക്രിയേറ്റ് ചെയ്യുന്നത്? അതിന്റെ റൂൾ എന്താണ്? ഈ ഒരു സെന്റൻസ് കണ്ടപ്പോൾ നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? ഇത് ഏതാണ്? ഇഫ് ഐ മീറ്റ് എന്ന് പറയുന്നത് ഏതാണ്? ഏത് ടെൻസ് ആണ്? സിമ്പിൾ പ്രസന്റ് ടെൻസ്. കുറെ പേർക്ക് മനസ്സിലായി. അപ്പോ നമ്മൾ ഫസ്റ്റ് കണ്ടീഷണൽ സെന്റൻസ്, അതായത് നടക്കാൻ സാധ്യതയുള്ള, ഇപ്പോൾ നടന്നാൽ ഫ്യൂച്ചറിൽ അതിന്റെ ഫലം കിട്ടുമെന്നുള്ള നടക്കാൻ സാധ്യതയുള്ള കാര്യങ്ങൾ നമുക്ക് പറയണമെങ്കിൽ ഇഫ് ക്ലോസിന്റെ കൂടെ എന്ത് വേണം? ഇഫ് പ്ലസ് സബ്ജക്റ്റ്. അതിനു മുമ്പേ ഞാൻ പറയട്ടെ, നമ്മുടെ സ്പോക്കൺ ഇംഗ്ലീഷിന്റെ ക്ലാസ്സിന്റെ ബുക്ക് നിങ്ങൾ എടുത്തിട്ട് ബുക്കിൽ എഴുതണം കേട്ടോ.
നമ്മുടെ ലെസൺ അടുത്ത ലെസൺ ആയിട്ട് ഞാൻ തരുന്നതാണ്. ബുക്ക് എടുത്തു വെച്ച് എഴുതണം. എഫ് കൊടുത്തു, സബ്ജക്റ്റ് കൊടുത്തു. സിമ്പിൾ പ്രസന്റ് ടെൻസിൽ വേർബ് ഏത് ഫോമിലാണ്? V1 ഫോമിലാണ് അല്ലെ. ഇഫ് കൊടുത്തു, സബ്ജക്റ്റ് കൊടുത്തു, വേർബ് V1 ഫോമിൽ കൊടുത്തു. ഇനി അതിന് റിസൾട്ട് വേണ്ടേ? റിസൾട്ട് വേണ്ടേ? നീ കണ്ടെങ്കിൽ, അല്ല ഞാൻ കണ്ടെങ്കിൽ പറയാം എന്നുള്ളതാണ് റിസൾട്ട്. റിസൾട്ട് എങ്ങനെയാണ് ഇവിടെ വന്നത്? സബ്ജക്റ്റ് വിൽ ടെൽ, അതായത് ഇത് ഏതാണ്? ഐ വിൽ ടെൽ എന്ന് പറയുന്നത് ഏത് ടെൻസ് ആണ്? സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ് ആണ് വേണ്ടത്. സിമ്പിൾ റിസൾട്ട് എങ്ങനത്തേതാണ്? സിമ്പിൾ ഫ്യൂച്ചർ. സിമ്പിൾ പ്രസന്റ് ഇവിടെ റിസൾട്ട് വരുന്നത് സിമ്പിൾ ഫ്യൂച്ചർ. സിമ്പിൾ ഫ്യൂച്ചറിന്റെ ഫോമാറ്റ് എങ്ങനെയാണ്? സബ്ജക്റ്റ് പ്ലസ് വിൽ പ്ലസ് V1 അല്ലേ. V1 എന്ന് പറയുന്നത് ബേസ് ഫോം. ബേസ് ഫോം V1 നമുക്ക് എഴുതേണ്ട കാര്യമില്ല, ബേസ് ഫോം ആണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. അപ്പൊ ഇത് പ്രസന്റ് ടെൻസ്, ഇത് സിമ്പിൾ ഫ്യൂച്ചർ. ഇത് സിമ്പിൾ പ്രസന്റ്, റിസൾട്ട് സിമ്പിൾ ഫ്യൂച്ചർ, അങ്ങനെയല്ലേ? ഓക്കെ. അപ്പൊ ഞാൻ ഇവിടെ ഒരു നെഗറ്റീവ് എഴുതിയിട്ടുണ്ട്. അവനെ കണ്ടില്ലെങ്കിൽ ഞാൻ പറയില്ല. നമ്മൾ പോകാൻ നേരം പറയാണ്, നീ രാജുവിനെ കണ്ടെങ്കിൽ ഒന്ന് പറയണേ. ഓക്കെ, അവനെ കണ്ടില്ലെങ്കിൽ ഞാൻ പറയില്ല. അപ്പൊ ഈ ഒരു നിയമം വെച്ചിട്ട് നിങ്ങൾ തന്നെ നിങ്ങളുടെ ബുക്കിൽ വേഗം സെന്റൻസ് എഴുതൂ. എങ്ങനെ എഴുതിയത്? കണ്ടില്ലെങ്കിൽ. ഇപ്പൊ നിങ്ങൾ ആരെങ്കിലും ഈ ഡിഡിന്റ് ഉപയോഗിച്ചോ? ഡിഡിന്റ് ഉപയോഗിച്ചവരുണ്ട് എങ്കിൽ നമ്മുടെ സിമ്പിൾ പ്രസന്റ് ടെൻസിന്റെ ക്ലാസ് നിങ്ങൾ പ്രത്യേകം കേൾക്കണം. നിങ്ങൾക്ക് തെറ്റിപ്പോയിരിക്കുന്നു. അപ്പോ എങ്ങനെയാണ് സിമ്പിൾ പ്രസന്റ് ടെൻസ് നെഗറ്റീവ് ആക്കുന്നതെന്ന് നമ്മുടെ ക്ലാസ്സുകളിലുണ്ട്. നമ്മൾ ഇപ്പൊ എടുത്തിരിക്കുന്ന ഈ സ്പോക്കൺ ഇംഗ്ലീഷ് സീരീസിൽ തന്നെയുണ്ട്. നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ, ഡിന്റ് അല്ല. അപ്പൊ ഇത് നമ്മൾ സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണെന്ന് പറഞ്ഞു. സിമ്പിൾ പ്രസന്റ് ടെൻസിലെ നെഗറ്റീവ് സെന്റൻസ് ആണ് അവനെ കണ്ടില്ല എങ്കിൽ എന്ന്. അപ്പോ എങ്ങനെയാണ് ഈ മീറ്റ് എന്തായി മാറും? ഐ ഡോണ്ട് മീറ്റ് ഹിം. പിന്നെ ഐ പറയില്ല. ഐ വിൽ നോട്ട്, അതായത് വോണ്ട്. ഐ വിൽ നോട്ട് ടെൽ. ഇവിടെ നിങ്ങൾ ഡിഡിന്റ് അല്ലെങ്കിൽ ഡിന്റ് എന്ന് പറയരുത്. കാര്യം നമ്മുടെ ഫസ്റ്റ് കണ്ടീഷണൽ സെന്റൻസിലെ റൂൾ എന്ന് പറയുന്നത് ഇഫ് ക്ലോസ് സിമ്പിൾ പ്രസന്റ് ടെൻസിൽ വേണം. അപ്പൊ സിമ്പിൾ പ്രസന്റ് ടെൻസിലെ നെഗറ്റീവ് സെന്റൻസിൽ നമ്മൾ എന്താണ് ഉപയോഗിക്കുന്നത്? ഒന്നുകിൽ ഡോണ്ട്, അതർവൈസ് ഡസിന്റ് ആണ് ഉപയോഗിക്കുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ ഐ ആയതുകൊണ്ട് ഡോണ്ട് ഉപയോഗിച്ചു. ഇഫ് ഐ ഡോണ്ട് മീറ്റ് ഹിം ഐ വിൽ നോട്ട് ടെൽ. ഞാൻ പറയില്ല. ക്ലിയർ ആയോ നിങ്ങൾക്ക്? 2-3 എക്സാമ്പിൾസും കൂടെ നമുക്ക് നോക്കാം. മഴ പെയ്താൽ ഞാൻ വരില്ല. മഴ പെയ്താൽ ഞാൻ വരില്ല. നമ്മളോട് ഇപ്പൊ വരാൻ പറഞ്ഞാണ്, ഫോൺ വിളിച്ചിട്ട് വരുമോ എന്ന് ചോദിച്ചു. അപ്പോ നമ്മൾ പറയാണ് മഴ പെയ്താൽ വരില്ല കേട്ടോ. മഴ പെയ്താൽ വരില്ല. എങ്ങനെ പറയാ? ഇപ്പോഴത്തെ കാര്യമാണ്. ഇപ്പം ഈ മഴ പെയ്തെങ്കിൽ എനിക്ക് ആ സമയത്ത് വരാൻ കഴിയില്ല. മഴ പെയ്താൽ ഞാൻ വരില്ല. എങ്ങനെ പറയും? നമുക്ക് ഫസ്റ്റ് ഇഫ് വേണം. മഴയ്ക്ക് ഇറ്റാണ് സബ്ജക്റ്റ്. ഇഫ് ഇറ്റ് റെയിൻസ്, കാരണം എന്തിനാണ് ഇവിടെ എസ് കൊടുത്തത്? സിമ്പിൾ പ്രസന്റ് ടെൻസ് അറിഞ്ഞാലേ ഇത് പറ്റുള്ളൂ. ഇറ്റാണ് നമ്മുടെ സബ്ജക്റ്റ്. ഇറ്റിന്റെ കൂടെ നമ്മൾ സിമ്പിൾ പ്രസന്റ് ടെൻസിൽ വേർബിന് എസ് കൊടുക്കും. ഇതിന് മനസ്സിലാകാതെ ആരെങ്കിലും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ സിമ്പിൾ പ്രസന്റ് ടെൻസ് നിങ്ങൾ കേൾക്കണം. നമ്മുടെ ഗ്രാമറിന്റെ ക്ലാസ് ഞാൻ താഴെ കൊടുക്കാം, നിങ്ങൾ നമ്മുടെ പിൻ ചെയ്തേക്കാം, നിങ്ങൾ നോക്കുക. ഇഫ് ഇറ്റ് റെയിൻസ്, മഴ പെയ്താൽ ഞാൻ വരില്ല. എങ്ങനെയാണ് നിങ്ങൾ പറയൂ? വരില്ല. ഐ വോണ്ട് കം. ഈ കം എഴുതിയപ്പോഴാണ് ഞാൻ ഓർത്തൊരു കാര്യം. നമ്മുടെ കമന്റ് ബോക്സിൽ ഞാൻ കം ഉപയോഗിക്കുന്ന സമയത്തെല്ലാം നിങ്ങൾ ചോദിക്കുന്ന ചോദ്യമുണ്ട്, V2 ഏതാ, V3 ഏതാ? നിങ്ങളുടെ ബുക്കിൽ ഇപ്പൊ തന്നെ എഴുതി വെക്കൂ. കം V1, കെയിം V2, എഗെയിൻ കം V3. ഇനി മാറിപ്പോവല്ലേ. ഇഫ് ഇറ്റ് റെയിൻസ് ഐ വോണ്ട് കം. മഴ പെയ്താൽ ഞാൻ വരില്ല. അവൻ വന്നില്ലെങ്കിൽ ഞാൻ വരും. അവൻ വന്നില്ലെങ്കിൽ ഞാൻ വരാം. വരാമെന്നും പറയാം, വരുമെന്നും പറയാം. നമ്മൾ വില്ല് ഉപയോഗിക്കും. അപ്പോ അവൻ വന്നില്ലെങ്കിൽ ഞാൻ വരാം. എന്നെങ്ങനെ പറയും? അവൻ വന്നില്ലെങ്കിൽ ഞാൻ വരാം. എങ്ങനെ പറയും? ഇഫ് ഹി
നെഗറ്റീവ് ആണ്, വന്നില്ലെങ്കിൽ. ആരെങ്കിലും ഡിഡിൻ്റോട്ട് പോകരുത്, ഡിഡിൻ്റെ അല്ല, ഹി ആയതുകൊണ്ട് നമുക്ക് ഹി ഡസൻറ്റ് വരിക, ഡസൻറ്റ് കം, ഞാൻ വരാം, ഐ വിൽ കം. ഹി ഡസൻറ്റ്, സിമ്പിൾ പ്രസന്റ് ടെൻസ്, ഹി ഡസൻറ്റ് കം, ഐ വിൽ കം. ഇനി നമുക്ക് തിരിച്ചും പറയാം, ഐ വിൽ കം ഇഫ് ഹി ഡസൻറ്റ് കം, ഞാൻ വരാം അവൻ വന്നില്ലെങ്കിൽ. ഐ വിൽ കം ഇഫ് ഹി ഡസൻറ്റ് കം. ഐ വോണ്ട് കം ഇഫ് ഇറ്റ് റെയിൻസ്. തിരിച്ചും പറയാം, പക്ഷെ എന്താണ് ഈ ഇഫ് ക്ലോസിൽ ഇഫ് ചേർക്കണം എന്നുള്ള മാറ്റമാണുള്ളത്. നമ്മൾ ഇഫ് ആദ്യം തന്നെ പറയണമെന്നോ ഒന്നും നിയമമില്ല, തിരിച്ചു വേണമെങ്കിൽ പറയാം, എങ്ങനെ വേണമെങ്കിലും നമുക്ക് എഴുതുകയും പറയുകയും ചെയ്യാം. പക്ഷെ ഈ എങ്കിൽ എന്ന് പറയുന്നിടത്ത് ഇഫ് വരണം. ഇനി വേറെ ഒന്ന്, അവൾ ചായ കുടിച്ച് കഴിയുമ്പോൾ ഞങ്ങൾ പോകും. അവൾ ചായ കുടിച്ച് കഴിയുമ്പോൾ ഞങ്ങൾ പോകും. എങ്ങനെയാണ് ഇവിടെ അവൾ ചായ കുടിച്ച് കഴിഞ്ഞെങ്കിൽ എന്നല്ല ഞാൻ പറഞ്ഞേക്കുന്നത്, എന്താണ് കഴിയുമ്പോൾ. ബോൾ എന്ന് പറയാൻ നമുക്ക് എന്താ വേണ്ടത്? വെൻ. വെൻ അവൾ ഷീ ചായ കുടിച്ച് കഴിയുക, നമുക്ക് ഫിനിഷ് എന്ന് കൊടുക്കാം അല്ലെ. FINISH ഫിനിഷസ് അവളുടെ ചായ നമുക്ക് കൊടുക്കാം. അവൾ അവളുടെ ചായ കുടിച്ച് കഴിയുമ്പോൾ, ഞാൻ അവളുടെ എന്ന് കൊടുത്തിട്ടില്ല, അവളുടെ ചായ ടീ കുടിച്ച് കഴിയുമ്പോൾ എന്തു ചെയ്യും? ഞങ്ങൾ പോകും. ഞങ്ങൾ they can go. ഇവിടെ നമ്മൾ 2 മാറ്റങ്ങൾ വരുത്തി. അപ്പോൾ നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? നമ്മൾ ഇത്ര നേരം പഠിച്ചത് ഇവിടെ ഒരു ഇഫ് വേണമെന്നാണ് പഠിച്ചത്. പക്ഷേ നമുക്ക് ഇഫ് ചേർക്കേണ്ട സെന്റൻസിൽ ഈ വെൻ വന്നാലും, അതായത് അപ്പോൾ എന്ന് വന്നാലും നമുക്ക് വെൻ ഉപയോഗിക്കാം. അവിടെ ഇഫ് തന്നെ വേണമെന്നില്ല. ഇഫ് ചേർക്കേണ്ട സെന്റൻസിൽ ഇപ്പൊ അവൾ ചായ കുടിച്ച് കഴിയുമ്പോൾ, അവര് വരുമ്പോൾ ഞാൻ വിളിക്കാം. മ്പോളാണ്, അവര് വന്നെങ്കിൽ ഞാൻ വിളിക്കാം എന്ന് നമുക്ക് പറയാം അല്ലെ. അവര് വന്നെങ്കിൽ ഞാൻ നിന്നെ വിളിക്കാം, അങ്ങനെയും നമുക്ക് പറയാം. അവര് വരുമ്പോൾ ഞാൻ നിന്നെ വിളിക്കാം, അങ്ങനെയും നമുക്ക് പറയാം. രണ്ടും ഒരേ അർത്ഥം തന്നെയല്ലേ അല്ലെ. നീ വരുമ്പോൾ പച്ചക്കറി മേടിക്കണം, നീ ഇങ്ങോട്ട് വന്നെങ്കിൽ പച്ചക്കറി മേടിക്കണം. രണ്ടും എന്താണ്? ഒരേ അർത്ഥം തന്നെയല്ലേ അല്ലെ. അപ്പൊ എങ്കിൽ എന്ന് പറയാൻ നമ്മൾ ഇഫ് ഉപയോഗിക്കുന്നു, വരുമ്പോൾ പോകുമ്പോൾ എന്ന് പറയാൻ നമ്മൾ വെൻ ഉപയോഗിക്കുന്നു. ഇനി നമ്മൾ ഫ്യൂച്ചർ പഠിച്ചതിന്റെ ഒപ്പം തന്നെ നമ്മൾ പഠിച്ചൊരു കാര്യമുണ്ട്. ഈ വിൽ ഉപയോഗിക്കുന്നിടത്തെല്ലാം നമുക്ക് എന്ത് ഉപയോഗിക്കാം? ക്യാൻ ഉപയോഗിക്കാൻ പറ്റും, മേ ഉപയോഗിക്കാൻ പറ്റും, പിന്നെ എന്താണ് മൈറ്റ് ഉപയോഗിക്കാൻ പറ്റും എന്ന് നമ്മൾ പഠിച്ച ഒരു കാര്യമാണ്. കാര്യം എന്താണ്? എനിക്ക് ക്യാൻ ചേർത്തപ്പോൾ ഞങ്ങൾക്ക് പോകാൻ കഴിയും. ഇതിന്റെ എല്ലാം സാധ്യതകൾക്ക് പെർസെൻറ്റേജിന് വ്യത്യാസം ഉണ്ട് എന്നുള്ളതേ ഉള്ളൂ. അതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചു പോയ ഒരു കാര്യമാണ്. അപ്പൊ നിങ്ങൾക്ക് ഫസ്റ്റ് കണ്ടീഷണൽ സെന്റൻസ് മനസ്സിലായല്ലോ. അതായത് ഇതിനെയെല്ലാം നമ്മൾ മൊത്തത്തിൽ വിളിക്കുന്ന ഒരു പേരെന്താണ്? ഇഫ് ക്ലോസസ് എന്നാണ്. ഈ ഫസ്റ്റ് കണ്ടീഷനിലും സെക്കൻഡ് കണ്ടീഷൻ, തേർഡ് കണ്ടീഷനിലൊക്കെ എല്ലാവരെയും നമ്മൾ ഒന്നിച്ച് വിളിക്കുന്ന ഒരു പേരെന്താണ്? ഇഫ് ക്ലോസസ്. അപ്പൊ ഇതെല്ലാം നമ്മൾ ഇങ്ങനെ പഠിച്ചപ്പോൾ നിങ്ങൾക്ക് ഇത് ബുദ്ധിമുട്ടായി തോന്നിയോ? ഇപ്പൊ പഠിക്കുന്ന സ്റ്റുഡൻസ് അല്ലെങ്കിൽ കോളേജ് സ്റ്റുഡൻസ് ഒക്കെ ഉണ്ട് എങ്കിൽ ഈ ഇഫ് ക്ലോസ് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എല്ലാം പേടിയാണ്. ഇപ്പൊ നമ്മൾ തേർഡ് കഴിഞ്ഞു, സെക്കൻഡ് കഴിഞ്ഞു, ഫസ്റ്റ് കഴിഞ്ഞു, ഇനി നമുക്ക് സീറോയും ഉണ്ട്. അപ്പോൾ ഇത് ഒക്കെ നാളെ നമുക്ക് സീറോ എടുക്കാം. ഒന്നിച്ച് പഠിക്കുമ്പോഴാണ് നിങ്ങൾക്ക് ബുദ്ധിമുട്ട്. പിന്നെ ഇതിന്റെ ഫോർമുലയൊക്കെ പഠിച്ചു കഴിയുമ്പോൾ നല്ല എളുപ്പം. അപ്പൊ ഇന്ന് നിങ്ങൾ എന്ത് ചെയ്യണം? ഈ ക്ലാസ് കേട്ട് കഴിഞ്ഞാലുടൻ തന്നെ നമ്മുടെ കമന്റ് ബോക്സിൽ ഈ ഒരു സ്ട്രക്ചറിൽ 3 സെന്റൻസ് നിങ്ങൾ കമന്റ് ചെയ്യണം. അങ്ങനെ കമന്റ് ചെയ്യുമ്പോൾ ഞാൻ എന്നും പറയും, നിങ്ങൾക്ക് വേർബുകൾ നിങ്ങളുടെ ബ്രെയിനിലോട്ട് വരും. പിന്നെ തെറ്റുമ്പോൾ എവിടെയാണ് തെറ്റുന്നത് എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കും. അപ്പോൾ ബുദ്ധിമുട്ടില്ലാത്തവര് നമ്മുടെ കമന്റ് ബോക്സിൽ ഈ ഒരു രീതിയിലുള്ള 3 സെന്റൻസ് കമന്റ് ചെയ്യുക. പിന്നെ മറ്റൊരു കാര്യം, നമ്മൾ ഒക്ടോബർ 3 തുടങ്ങുമെന്ന് പറഞ്ഞ സ്പോക്കൺ ഇംഗ്ലീഷിന്റെ ക്ലാസ് എനിക്ക് തുടങ്ങാൻ കഴിഞ്ഞില്ല, ചില പ്രശ്നങ്ങളൊക്കെ കാരണം. അപ്പോൾ ഒക്ടോബർ 16-ാം തീയതിയോടുകൂടി, 15-16-ാം തീയതിയോടുകൂടി നമ്മുടെ പുതിയ ബാച്ച് തുടങ്ങുകയാണ്. അപ്പോൾ അതേസമയം കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാമാണ്. 30 ദിവസം വരുന്ന ബേസിക് ഇംഗ്ലീഷ് ക്ലാസ്സുകളാണ് കേട്ടോ. അപ്പൊ എൻ്റെ നമ്പർ ഞാൻ നിങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ സംസാരിച്ച് പഠിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരുണ്ട് എങ്കിൽ നമുക്ക് പേഴ്സണൽ ക്ലാസ്സുകളും ഉണ്ട്. എൻ്റെ നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്.
അപ്പോൾ നമുക്കെന്താണ്, ഇന്ന് ഞാൻ പറയുന്നത് പോലെ തന്നെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം. താങ്ക് യു.